40 ആലിമീങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. അല്ലാതെ 10 റുപ്യയോ 100 റുപ്യയോ കൊടുത്തിട്ട് സമസ്തൻ്റെ മെമ്പർഷിപ്പിന് ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം SKSF-ൻ്റെ SYS-ൻ്റെ ഒക്കെ മെമ്പർഷിപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർഡ് കിട്ടിയിട്ട് അതിമൊരു നമ്പറൊക്കെ ഉണ്ടാവും, സമസ്തയുടെ മെമ്പർഷിപ്പ് നമ്പർ ഇത്ര എന്നൊന്നും പറയുന്ന ഒരു രീതിയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. 40 ആലിമീങ്ങൾ, തലയെടുപ്പുള്ള 40 ആലിമീങ്ങൾ ചേരുന്നു, അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു. ഈ അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് ചില രഹസ്യങ്ങളുണ്ട്. ഒന്ന്, ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ 40 ആലിമീങ്ങൾ ഒരുമിക്കുകയില്ല എന്നതാണ് നമ്മൾ അവരെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം. ലലാലത്തിൻ്റെ മേൽ കേരളത്തിലെ തലയെടുപ്പുള്ള വലിയ മുദരിസ്മാരായ മുത്തഖീങ്ങളായ താരതമ്യേന കേരളത്തിലെ ആലിമീങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട 40 ആളുകൾ ചേർന്നുകൊണ്ട് അവർ ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ യോജിക്കുകയില്ല എന്ന ധൈര്യമാണ് അവർ 40 പേർ ചേർന്നെടുക്കുന്ന തീരുമാനം നമ്മൾ ആമന്ന സല്ലംന എന്ന് പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ ആമന്ന സല്ലംന, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. 40 ആലിമീങ്ങൾ ചേർന്നൊരു തീരുമാനം എടുത്തു, തീരുമാനം ഒന്ന് ആലോചിച്ചിട്ട് വേണമെന്ന് ഒരാൾ പറയുകയോ അഭിപ്രായപ്പെടുകയോ നിഗമനത്തിലെത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് സമസ്തക്കാരൻ എന്ന് പറയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ 40 ആളുകൾ, അതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ 40-ൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, എന്നാൽ ഒരു ക്രൗഡിൽ നിന്ന്, വലിയൊരു സമൂഹത്തിൽ നിന്ന് എലക്ഷൻ വഴിയായി ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തലല്ല രീതി. ബാക്കി 39 ആളുകൾ ചേർന്ന് ഇനി നമ്മളോടൊപ്പം കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾ ആരാണുള്ളത് എന്ന് കണ്ടെത്തി അയാളെ മുഷാവറയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. 1 അല്ല 2 അല്ല, എത്ര ഒഴിവ് വന്നാലും ഈ ഒരു രീതിയാണ് അവലംബിച്ചു വന്നത്. അങ്ങനെ 40 ആളുകൾ അല്ലെങ്കിൽ 38 ആളുകൾ, എത്ര പേരാണോ ഉള്ളത്, അവർ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം കേരളീയ മുസ്ലിങ്ങൾ അംഗീകരിച്ചു പോരുകയും അവരുടെ ജീവിതക്രമമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നാളിതുവരെ വന്നിട്ടുള്ളത്. അതേ രീതി തന്നെയാണ് ഇനിയും തുടർന്ന് വരേണ്ടത് എന്ന അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് നമുക്ക് ഖൈറിലേക്ക്, ഹക്കിലേക്ക്, അതുപോലെ നന്മയിലേക്ക് വഴി നടത്താൻ സഹായിക്കുന്ന 40 ആലിമീങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അവർ മുത്തഖീങ്ങളാണ്, അവർ സാലിഹീങ്ങളാണ്. ബാത്തിലിൻ്റെ മേലിലോ ലലാലത്തിൻ്റെ മേലിലോ അവർ ഒന്നിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പറയുന്ന തീരുമാനം എടുക്കുന്നത് വരെ നമുക്ക് അഭിപ്രായമൊക്കെ പറയാം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഏത് വിഷയത്തിലാണെങ്കിലും, ഏറ്റവും പുതിയ വിഷയങ്ങളിലാണെങ്കിലും പഴയ വിഷയങ്ങളിലാണെങ്കിലും ത്വരീഖത്ത് സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും സ്ഥാപന സംബന്ധിയായ വിഷയങ്ങളാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവരൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആ തീരുമാനം മാറ്റിയാലോ നമ്മളും മാറ്റാൻ തയ്യാറാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പഴയ തീരുമാനത്തേക്ക് തന്നെ പോയാലോ നമ്മളും പോകാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറുള്ള ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമസ്തക്കാരായി സമസ്തയുടെ കീഴിൽ അണിനിരന്ന് മുന്നോട്ട് പോകണമെന്നതാണ് 100-ാം വയസ്സ് തികയുന്ന സമസ്തയുടെ ആളുകൾ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളതും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടതുമായ മഹത്തായ ഒരു ആശയവും ആദർശവും അതാണ്. ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് മഹാനായ ഉസ്താദ് ഒരു ദിവസം രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷമാണെന്ന് തോന്നുന്നു മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് വരുമ്പോൾ മഴ പെയ്യാത്തതിൽ ഒരാൾ പരിഹസിച്ചു. ആ സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, അത്രേ ഇന്നലെ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ മഴ ചോദിച്ചു, ഇനി മഴ പെയ്താലല്ലാതെ കണ്ണിയത്ത് അഹമ്മദ് ദർസ് നടത്തൂല എന്ന് പറഞ്ഞപ്പോൾ ശക്തമായ മഴക്കാർ വരികയും അതിശക്തമായ മഴ പെയ്യുകയും ചെയ്തു എന്ന് കണ്ണിയത്ത് ഉസ്താദിൻ്റെ താരീഖുകൾ വായിച്ചപ്പോൾ എവിടെയോ വായിച്ചത് ഓർത്തു പോവുകയാണ്. സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇങ്ങനെ വലിയ ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ, ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ദുആ ചെയ്താൽ
ഈ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പ് കൂടി ഉണ്ടായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ തന്നെ താരീഖിൽ അത് കാണാൻ പറ്റും. ഇലക്ഷൻ ഉണ്ടായ സമയത്ത് ആദ്യം ഒരാൾ ദുആ ചെയ്യിക്കാൻ വേണ്ടി ചെന്നു. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് ഇലക്ഷനിൽ അദ്ദേഹം ജയിക്കാൻ വേണ്ടി ദുആ ചെയ്തു. പിന്നെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി പിന്നീട് ചെന്ന് ദ്വാര ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് ജയിക്കാൻ വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്രേ, മറ്റോ ഇവിടെ ആദ്യം വന്ന് ദ്വാരപ്പിച്ച് പോയല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ രഹസ്യം ആദ്യത്തെ ദ്വാക്ക് ഇജാബത്തുണ്ട്, ഇനി അത് മാറ്റി പറയാനാവില്ല എന്നുള്ളതാണ്. നമുക്ക് എത്രയും ദ്വാരക്കാം, കാരണം എന്താ വെച്ചാൽ ദ്വാൻ്റെ ഇജാബത്ത് നമ്മൾ പ്രതീക്ഷിക്കണില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ അവർ ദ്വാ ചെയ്താൽ അവർ ദ്വാക്ക് ഇജാബത്ത് കിട്ടുകയും ചെയ്തിരുന്നു, ഇജാബത്ത് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ടാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ വലിയൊരു ദറജയാണ്. ഇങ്ങനെയുള്ള മഹത്തുക്കളായ വലിയ വലിയ ആൾക്കാരായ 40 ആലിമീങ്ങൾ. കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ താരീഖിലുണ്ടല്ലോ, കൊട്ടക്കൽ പരിസരത്തുള്ള ആളുകൾ മഴക്ക് വിഷമിച്ച് മഴ പെയ്യാതെയായി വല്ലാതെ വിഷമിച്ചപ്പോൾ കോയ മുട്ടോലിയവരോട് പരാതി പറയാൻ വേണ്ടി ചെന്നു. മഹാനവറുകൾ ചീരണിയായി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അന്ന് എല്ലാ ധാന്യങ്ങളൊക്കെ കൂടി ഇട്ടിട്ട്, പയറും ധാന്യങ്ങളും ഗോതമ്പും അരിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നിച്ചുള്ള ഒരു കഞ്ഞി ഉണ്ടാക്കും. ദ്വാ കഴിഞ്ഞാൽ ചീരണിയായിട്ട് ആ കഞ്ഞി വിതരണം ചെയ്യലാണ് പതിവ്. അങ്ങനെ വെള്ളിയാഴ്ച കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് കോയ മുട്ടുവലിയൊരു ദ്വാ ചെയ്തു, കഞ്ഞി വിതരണം ചെയ്തു. അസറിന് ബാങ്ക് കൊടുത്തു. മഹാനവറുകൾ പള്ളിയുടെ ഹൗലും കരയിൽ ഒരു ബ്രഷും കയ്യിൽ പിടിച്ചിങ്ങനെ വന്നിരുന്നു. അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു. ജമാഅത്തിന് ആളുകൾ വന്നു. ഉസ്താദ് ഹൗലുങ്കരയിൽ ഇങ്ങനെ ഇരുന്നു. അവസാനം പള്ളിയിലെ മുഅദ്ദിൻ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, അത്രേ ആളുകളൊക്കെ ജമാഅത്തിന് വന്നു കൂടിയിട്ടുണ്ട്, അവിടുന്ന് ഒന്ന് ഒളു ചെയ്തെങ്ങാണ്ട് വരികയായിരുന്നെങ്കിൽ നമുക്ക് അസർ ജമാഅത്താണ് നടത്താമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കോയാമുട്ടിയോലിയർ പറഞ്ഞു എന്നാണ്, ഞാൻ ജുമാ കഴിഞ്ഞിട്ട് അള്ളാഹുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ട് വേണം അസർ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് മഴക്കാർ വരികയും ശക്തമായി മഴ പെയ്യുകയും പള്ളിയുടെ സൈഡിൽ വെച്ചിരുന്ന പാത്തിയിലൂടെ മഴവെള്ളം വന്ന് ആ മഴവെള്ളം കൊണ്ട് ഒളു ചെയ്ത് അതേ അസർ ജമാഅത്തിന് മഹാനവറുകൾ പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനാണ് മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ. നമ്മളെപ്പോഴും പറയാറുണ്ട് വിത്ത് ഗുണം 10 ഗുണമാണെന്ന്. വാപ്പ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്രസ്സാണ്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതായി കാണാം. ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാകുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് വലിയ വലിയ വാപ്പാരുടെ മക്കൾ, വലിയ വലിയ പിതാക്കന്മാരുടെ മക്കൾ, വലിയ വലിയ ആബിദീങ്ങൾ, വലിയ വലിയ സ്വാലിഹീങ്ങൾ എല്ലാവരും അണിചേർന്നുകൊണ്ടാണ് 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ നമ്മൾ നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം നടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയെ സംരക്ഷിക്കുക എന്നതിന് സമസ്ത 1ാം സ്ഥാനം നൽകി പോന്നിട്ടുണ്ട്. സത്യത്തിൽ അത് രൂപീകരിച്ചിട്ടുള്ളത് തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, അഖീദകൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദ എന്ന് പറയുന്നത്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി തുടങ്ങിയ 4 ഒരു മദ്ഹബ് സ്വീകരിക്കുകയും വിശ്വാസപരമായി അഷ്അരി, മാതുരീദി എന്നീ 2 ത്വരീഖുകളിൽ നിന്ന് ഒന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അതിൽ നിന്ന് ആളുകൾ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ദിശാബോധം നൽകുക എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അത് ഇന്നും മുന്നോട്ട് പോകുന്നത്. ബാക്കി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ അഡീഷണലാണ്. അടിസ്ഥാന കാര്യത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിലുള്ള ദീനീ പ്രബോധനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിൻ്റെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ, മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ നടത്തുമ്പോഴും അടിസ്ഥാനപരമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന മഹിതമായ ആദർശത്തിൻ്റെ സംരക്ഷണം, അതിലൊരു വിട്ടുവീഴ്ചക്കും എക്കാലത്തും സമസ്ത തയ്യാറായിട്ടില്ല, തയ്യാറാവുകയുമില്ല, തയ്യാറാവാൻ പാടുമില്ല. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട്, ധാരാളം വിഷയങ്ങൾ, രാഷ്ട്രീയമായ വിഷയങ്ങൾ, സാംസ്കാരികമായ വിഷയങ്ങൾ, പൊതുവായ കാര്യങ്ങൾ,
അതിനൊക്കെ മറ്റു സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കേണ്ടത് തന്നെയാണ്, നിലനിർത്തുകയും വേണം, ആവശ്യവുമാണ്. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദൗത്യം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തും അതിൻ്റെ ആദർശവും സംരക്ഷിക്കുക, അത് പറയുക, അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുക, അതുമായി വന്നേക്കാവുന്ന സംശയങ്ങൾ ആളുകൾക്ക് ദൂരീകരിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ഇന്നും എക്കാലത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ ബഹുമാനപ്പെട്ട സമസ്തയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും അഭിപ്രായമുള്ളവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് വെറുപ്പും വിദ്വേഷവും പകയും ശത്രുതയുമായി മാറാതെ സൂക്ഷിക്കണമെന്നാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉപദേശിക്കാനുള്ളത്. ആർക്കെല്ലാം അഭിപ്രായമുണ്ടോ, അഭിപ്രായമുള്ള എല്ലാ ആളുകൾക്കും അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ഒരു നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയാവുന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതൊരഭിപ്രായ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം അന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് മീറ്റിങ്ങുകൾക്കും മറ്റും എത്താൻ വളരെയധികം പ്രയാസമായിരുന്നു. ഈ പ്രയാസം തീർക്കാൻ വേണ്ടിയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകുന്നത്. അതൊരു അഭിപ്രായ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ ദൂരം കൂടുതലാണ്, അതുകൊണ്ട് മറ്റൊന്ന് വേണമെന്നുള്ളത് ഒരു അഭിപ്രായ വ്യത്യാസമാണ് എന്നും പറയാം, എന്നാൽ അല്ല എന്നും പറയാം. എന്തായാലും പേരെന്ത് പറഞ്ഞാലും ആദ്യമായി ഉണ്ടായത് എന്ന് പറയാവുന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ആശയപരമായി ആദർശപരമായി യോജിച്ച് തന്നെയാണ് അക്കാലത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പിന്നീട് ചില രണ്ട് സംഘടനകളായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും തബ്ലീഗ് ജമാഅത്തിനെ എതിർത്തതുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച സമയത്ത് സമസ്തയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയായ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും മാറി നിൽക്കുകയും പിന്നീട് അത് സമസ്തയുടെ തീരുമാനം തന്നെയായിരുന്നു ശരി എന്നുള്ളിടത്തേക്ക് എത്തുകയും സമസ്തയിലേക്ക് മടങ്ങി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അഭിപ്രായ വ്യത്യാസമായിരുന്നു ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് രേഖപ്പെടുത്തിയ ഉച്ചഭാഷണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഖുതുബ നിർവഹിക്കുന്നതിന് ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അത് സിഹത്തിനെ ബാധിക്കും എന്നുള്ളിടത്ത് ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദും എത്തിച്ചേരുകയും അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉച്ചഭാഷണി ഉപയോഗിക്കാം എന്ന് തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സദഖത്തുള്ള ഉസ്താദ് അള്ളാഹുവിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അതുമായി വിയോജിച്ച് മാറി നിൽക്കുകയും അത് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിലേക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്ത അഭിപ്രായ വ്യത്യാസം പിന്നീടുണ്ടായി. ആ കാലയളവിൽ അതിനിടയിൽ തന്നെയാണ് നൂരിഷാ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂരിഷാ ത്വരീഖത്തിനെ എതിർത്തു. നൂരിഷാ ത്വരീഖത്തിനെ അനുകൂലിച്ചിരുന്ന കുറേ ആളുകൾ മടങ്ങി വന്നെങ്കിലും ചില ആളുകൾ മാറി നിന്നു. കുൽ ഹിന്ദ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു പ്രസ്ഥാനം, കുൽ ഹിന്ദ് ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാണെന്ന് തോന്നുന്നു എന്ന പേരുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലേക്ക് അത് പിന്നീട് വഴിവെക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുമായി പിന്നീടൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിലേക്ക് അത് വഴിവെച്ചു. ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട അഭിപ്രായമുണ്ടായി. ഗൗസിയ്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ യുടെ രൂപീകരണത്തിലേക്ക് അത് വഴിവെച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നു പോയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആദർശപരമായ സംരക്ഷണത്തിന് ഒന്നാം സ്ഥാനം നൽകി എക്കാലവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോവുകയും അതിൽ എതിർപ്പുള്ള ആളുകൾ മാറി നിൽക്കുകയോ മാറി നിർത്തപ്പെടുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കാണും. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അനുഭാവികളിൽ നിന്നോ കത്തുകൾ വരും. ആ കത്തുകൾ പരിശോധിക്കും, അവകളെക്കുറിച്ച് പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും സമിതിയെ വെക്കും.
ആ സമിതി വെക്കുന്ന റിപ്പോർട്ടിൻ്റെ മേൽ ചർച്ചകൾ നടക്കും. സാവകാശമെടുത്ത് എല്ലാ ചർച്ചകളും നടത്തിയതിന് ശേഷം അവസാനം തീരുമാനമെടുക്കും. എടുത്ത തീരുമാനങ്ങൾ ഇതുവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് തെറ്റിയിട്ടില്ല. ആ തീരുമാനങ്ങളിൽ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി.